രാംലീല മൈതാനിയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് BJP സത്യപ്രതിജ്ഞാ ചടങ്ങിനായി നടത്തിയിരിക്കുന്നത്. 27 വർഷത്തിനു ശേഷമുള്ള തിരിച്ചുവരവ് ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. വിവരങ്ങളുമായി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ശരത്ത്, കാത്തിരുന്ന് കിട്ടിയ ഒരവസരം കൂടിയാണ് BJPക്ക് ഡൽഹി എന്ന് പറയുന്നത്. തലസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ഭരണം BJPയുടെ കൈകളിലേക്ക് എത്തുകയാണ്. ആരെല്ലാമാണ് കൂടുതൽ മന്ത്രിമാർ എന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണ. ഡൽഹിയിൽ ഇന്ന് മഴ പെയ്തു. കാരണം ശൈത്യകാലം വിട്ടു പോകുന്നതിന് ശുഭസൂചകമായി മഴ പെയ്തിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് മഴ ഇവിടെ വളരെ ശുഭസൂചകമായിട്ടാണ് ഡൽഹി നിവാസികൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ 6 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് 6 വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ്. അതായത് പഞ്ചാബി ഹിന്ദു വിഭാഗം, അതേപോലെ തന്നെ പൂർവാഞ്ചൽ വിഭാഗം, അതേപോലെ ദളിത് വിഭാഗം, അതേപോലെ സിഖ് വിഭാഗം എന്നിങ്ങനെ പ്രതിനിധീകരിച്ച്, ജാട്ടി വിഭാഗം ഇങ്ങനെ പ്രതിനിധീകരിച്ച് കാസ്റ്റ് ഇക്വേഷൻ, അതായത് ജാതി സമവാക്യങ്ങളും സമുദായ സമവാക്യങ്ങളും അതേ രീതിയിൽ അതേ രീതിയിൽ വീതിച്ചുകൊണ്ടാണ് BJP മന്ത്രിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജാട്ടി വിഭാഗത്തിൻ്റെ പ്രതിനിധി 7% വരുന്ന ജാട്ടി വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി പർവേഷ് വർമ്മ തന്നെ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പൂർവാഞ്ചൽ വിഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടത്. BJP ഭരണത്തിലെത്തിച്ച ഈ വിഭാഗത്തിന് 2 മന്ത്രിമാരാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് കപിൽ മിശ്ര, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 2019 രാജിവെച്ച BJPയിൽ ചേർന്ന കപിൽ മിശ്രയാണ് പൂർവാഞ്ചൽ വിഭാഗത്തുള്ള ഒരു മന്ത്രി. അതേപോലെ പങ്കജ് സിംഗ് BJPയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് 2ാമത്തെ പൂർവാഞ്ചൽ വിഭാഗത്തുള്ള 2 മന്ത്രിമാർ. അതേപോലെ സിഖ് വിഭാഗത്തുനിന്ന് ഉള്ള മന്ത്രി മജീന്ദർ സിർസയാണ്. രാജോരി ഗാർഡൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പെട്ട അദ്ദേഹം സിഖ് വിഭാഗത്തിൻ്റെ BJPയുടെ മുഖമാണ്. അദ്ദേഹമാണ് സിഖ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിയാകുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ തന്നെ പഞ്ചാബി ഹിന്ദു വിഭാഗമുണ്ട്. വളരെ ശക്തമായ വിഭാഗമാണ് പഞ്ചാബി ഹിന്ദു. പഞ്ചാബിൽ നിന്ന് കുടിയേറിയ പഞ്ചാബ് വിഭാഗമാണ് ഇവിടെ പൂർണ്ണമായി ബിസിനസ്സും മറ്റ് കച്ചവട വിഭാഗം നിയന്ത്രിക്കുന്നത്. അതിൻ്റെ പ്രതിനിധിയായ ആശിഷ് സൂദ് തിരഞ്ഞെടുക്കപ്പെടുന്നു. കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ആശിഷ് സൂദ് ആയിരിക്കും മന്ത്രിയാവുക പഞ്ചാബ് വിഭാഗത്തു നിന്ന് എന്നറിയും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടുത്തെ രേഖാ ഗുപ്തയുടെ സമുദായം. ഈ രേഖാ ഗുപ്തയുടെ സമുദായത്തിന് ഒരു മുഖ്യമന്ത്രി പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കാസ്റ്റ് അതേപോലെ സമുദായ സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ടുള്ള മന്ത്രിസഭയാണ് അംഗങ്ങളെയാണ് BJP തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതുകൊണ്ട് BJPയിലേക്ക് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വന്ന കപിൽ മിശ്രക്ക് മന്ത്രിയാവുന്നു. കപിൽ മിശ്രയെ പറ്റി പറയുകയാണെങ്കിൽ കപിൽ മിശ്ര കോമൺവെൽത്ത് അഴിമതിക്കെതിരെ സമരം ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയിൽ എത്തുന്നത്. ആം ആദ്മി പാർട്ടി അജണ്ട നിശ്ചയിച്ച ഒരാളായിരുന്നു. ഇതേ കപിൽ മിശ്രയാണ് ആദ്യം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നത്. തൻ്റെ സഹപ്രവർത്തകനായ മന്ത്രിസഭാംഗമായ സത്യേന്ദ്ര ജെയിനെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ആം ആദ്മി പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുകയും പിന്നീട് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തത്. ഇതൊക്കെ കൊണ്ട് കപിൽ മിശ്രയുടെ മന്ത്രിസ്ഥാനം സംഭവിച്ചിടത്തോളം ഇനിയും ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള BJPയിലേക്ക് ഒഴുക്ക് തുടരുമെന്നതിന് സൂചന നൽകുന്ന കൂടി അതിന് ഒരു ആത്മവിശ്വാസം കപിൽ മിശ്രക്ക് നൽകുന്നതാണ് അദ്ദേഹത്തിന് നൽകിയ മന്ത്രിസ്ഥാനം. അതേപോലെ തന്നെ മിർസയും സിഖ് വിഭാഗത്തിനടക്കം വളരെ സ്വാധീനം BJPക്ക് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിത്വമാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ കണക്ക് കൂട്ടിയാണ് മന്ത്രിമാരെ തിരഞ്ഞെടുത്തത് എന്ന് പറയേണ്ടി വരും ലാൽകൃഷ്ണ. ശരി ശരത്ത് പറഞ്ഞ പോലെ പല സമവാക്യങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് BJPയുടെ മന്ത്രിസഭാ രൂപീകരണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. വിപുലമായ ഒരുക്കങ്ങൾക്കാണ് രാംലീല മൈതാനം ഇന്ന് സാക്ഷിയാകാൻ പോകുന്നത്.